ആചാര്യ ചാണക്യൻ 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ സത്യം പറഞ്ഞു. ഒരു വീടിന്റെ ഐശ്വര്യം ആ വീട്ടിലെ സ്ത്രീയാണ്. എന്നാൽ ഒരു സാമ്രാജ്യത്തിന്റെ തകർച്ചയും വളർച്ചയും നിശ്ചയിക്കുന്നത് ആ സ്ത്രീയുടെ ബുദ്ധിയാണ്. പലപ്പോഴും ലോകം സ്ത്രീകളെ സൗന്ദര്യത്തിന്റെയോ വിനയത്തിന്റെയോ പേരിൽ മാത്രം വിലയിരുത്തുമ്പോൾ ചാണക്യൻ കണ്ടത് സ്ത്രീകളുടെ ഉള്ളിലെ അടങ്ങാത്ത കരുത്തിനെയാണ്. ഒരു പുരുഷനേക്കാൾ 8 ഇരട്ടി ധൈര്യവും 6 ഇരട്ടി ബുദ്ധിയും പ്രകൃതി ഒരു സ്ത്രീക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നും പലരും പരാജയപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് ചുരുക്കം ചില സ്ത്രീകൾ മാത്രം ലോകത്തെ വിറപ്പിക്കുന്ന നേതാക്കളായും ബിസിനസ് ഐക്കണുകളായും മാറുന്നത്? വിജയിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും ഭാഗ്യം കൊണ്ട് ആ നിലയിലെത്തിയവരല്ല. അവർ ചാണക്യൻ പറഞ്ഞുവെച്ച ചില രഹസ്യങ്ങൾ ബോധപൂർവമോ അല്ലാതെയോ പാലിക്കുന്നവരാണ്. നിങ്ങളെ തളർത്താൻ നോക്കുന്ന ഈ ലോകത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് ഒരു രാജ്ഞിയെപ്പോലെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ കുറച്ചു മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമാകാൻ പോകുന്നു. സുഹൃത്തുക്കളെ, ചാണക്യ മലയാളം എന്ന നമ്മുടെ ഈ കുടുംബത്തിലേക്ക് എല്ലാ കരുത്തരായ സ്ത്രീകൾക്കും അവരെ ബഹുമാനിക്കുന്ന പുരുഷന്മാർക്കും സ്വാഗതം. നമ്മുടെ ചരിത്രത്തിൽ പോലും സ്ത്രീകളെ വെറും സഹായികളായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ ചാണക്യന്റെ അർത്ഥശാസ്ത്രം വായിച്ചാൽ നിങ്ങൾക്കറിയാം, ശത്രുരാജ്യങ്ങളെ തകർക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് സ്ത്രീകളുടെ ബുദ്ധിയും തന്ത്രങ്ങളുമായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിജയിക്കുന്ന സ്ത്രീകളുടെ 5 രഹസ്യങ്ങളാണ്. ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് നിങ്ങളുടെ കരിയറിലായാലും കുടുംബത്തിലായാലും നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ലോകം ഭയക്കുന്ന ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആയുധം എന്താണ്? ശത്രുക്കളെ എങ്ങനെ നിശബ്ദത കൊണ്ട് നേരിടാം? സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു സ്ത്രീക്ക് എത്രത്തോളം പ്രധാനമാണ്? തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ കാണിക്കേണ്ട ആ ദാക്ഷിണ്യമില്ലാത്ത കരുത്ത്. ലക്ഷ്യങ്ങൾ നേടാൻ ചാണക്യൻ പറയുന്ന സീക്രട്ട് കോഡ് എന്താണ്? ഈ 5 കാര്യങ്ങളും ഓരോന്നായി നമ്മൾ ഇന്ന് വിശകലനം ചെയ്യും. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങളിൽ ഒരു പുതിയ ആത്മവിശ്വാസം നിറയുമെന്ന് എനിക്കുറപ്പാണ്. ഇതുപോലുള്ള ചാണക്യ തന്ത്രങ്ങളും ജീവിത വിജയത്തിനുള്ള വഴികളും പതിവായി ലഭിക്കാൻ നമ്മുടെ ചാണക്യ മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. കാരണം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഏറ്റവും പവർഫുൾ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഇത് സഹായിക്കും. തയ്യാറാണോ നിങ്ങളുടെ ഉള്ളിലെ ആ തീയെ ജ്വലിപ്പിക്കാൻ? എങ്കിൽ നമുക്ക് പോയിന്റ് 1ലേക്ക് കടക്കാം. ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, രൂപയൗവന സമ്പന്ന വിശാലകുല സംഭവാഹ വിദ്യാഹീന ന ശോഭന്തേ നിർഗന്ധ ഇവ കിംശുകാഹ. അതായത് എത്ര വലിയ തറവാട്ടിൽ ജനിച്ചവരായാലും എത്ര വലിയ സുന്ദരിയായാലും അറിവില്ലാത്ത ഒരു സ്ത്രീ ഗന്ധമില്ലാത്ത പൂവിനെ പോലെയാണ്. അതിന് ഭംഗിയുണ്ടാകാം, പക്ഷേ ആരും അത് ആഗ്രഹിക്കില്ല. വിജയിക്കുന്ന സ്ത്രീകളുടെ ആദ്യത്തെ രഹസ്യം അവരുടെ അറിവാണ്. ഇവിടെ അറിവ് എന്ന് പറഞ്ഞാൽ വെറുമൊരു ഡിഗ്രി അല്ല. ലോകം എങ്ങനെ ചിന്തിക്കുന്നു, പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാം, പണം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആഭരണം സ്വർണമല്ല, മറിച്ച് അവളുടെ സാമ്പത്തിക സ്വാശ്രയത്വമാണ്. ചാണക്യൻ പറയുന്നത്, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ കൈനീട്ടുന്ന നിമിഷം നിങ്ങളുടെ പകുതി ആത്മവിശ്വാസം അവിടെ അവസാനിക്കുന്നു എന്നാണ്. അത് അച്ഛനായാലും ഭർത്താവായാലും മകനായാലും സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കുക എന്നത് നിങ്ങളുടെ അവകാശമല്ല, മറിച്ച് നിങ്ങളുടെ കർത്തവ്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് സ്വന്തമായി വരുമാനമുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ടി വരില്ല. നിങ്ങളുടെ അന്തസ്സ് അവിടെ ഉയരുന്നു. വിജയിച്ച സ്ത്രീകളെല്ലാം ആദ്യം ചെയ്തത് മറ്റൊരാളെ ആശ്രയിക്കുന്നത് നിർത്തുകയാണ്. ചാണക്യൻ സ്ത്രീകളെ ഗൃഹലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം വീടിനുള്ളിൽ അടച്ചിരിക്കണം എന്നല്ല, മറിച്ച് ലക്ഷ്മിയെപ്പോലെ സമ്പത്തും ഐശ്വര്യവും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവളാകണം എന്നാണ്. നിങ്ങളൊരു ജോലി ചെയ്യുന്നവരോ ബിസിനസ് ചെയ്യുന്നവരോ ആകട്ടെ, ആ മേഖലയിലെ ഏറ്റവും മികച്ച അറിവ് നിങ്ങൾ സമ്പാദിക്കണം. നിങ്ങളെക്കാൾ നന്നായി ആ ജോലി മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. ഇന്ന് ഈ വീഡിയോ കാണുന്ന സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു തുക നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ? അതോ ഓരോ ചെറിയ കാര്യത്തിനും നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കുകയാണോ? സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ ഒരു കനലായി മാറുകയാണ്. നിങ്ങളെ തൊടാൻ അപ്പോൾ ലോകം ഭയപ്പെടും. കാരണം നിങ്ങൾ ആരുടെയും ഔദാര്യമല്ല. അറിവ് സമ്പാദിക്കുന്ന കാര്യത്തിൽ ഒരിടത്തും വിട്ടുവീഴ്ച ചെയ്യരുത്. പുതിയ കാര്യങ്ങൾ പഠിക്കൂ, പുതിയ സ്കില്ലുകൾ ആർജിക്കൂ. വിജയിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറില്ല. അവർ പറയും, ഇപ്പോൾ എനിക്കറിയില്ലായിരിക്കാം, പക്ഷെ ഞാനിത് പഠിച്ചെടുക്കും. ഈ ഒരു മനോഭാവമാണ് ഒരു സ്ത്രീയെ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്നത്. ഓർക്കുക, അറിവുള്ളവളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. സമ്പത്തുള്ളവളെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല. അറിവും സമ്പത്തും ചേരുമ്പോൾ നിങ്ങൾ ഒരു സാമ്രാജ്യത്തിന്റെ അധിപതിയായി മാറുന്നു. ചാണക്യന്റെ ഈ പാഠം നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ താക്കോലാവട്ടെ. സുഹൃത്തുക്കളെ, ചാണക്യൻ പറഞ്ഞിട്ടുള്ള ഒരു കഠിന സത്യമുണ്ട്: പാരതന്ത്ര്യം എന്നത് ജീവനോടെയുള്ള നരകമാണ്. മറ്റൊരാളുടെ തണലിൽ മാത്രം ജീവിക്കാൻ ശീലിച്ചാൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. പാരതന്ത്ര്യം എന്നത് വെറുമൊരു സാമ്പത്തിക പ്രശ്നമല്ല, അതൊരു വലിയ മാനസിക കെണിയാണ്. എന്താണ് ഈ കെണി? നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നും മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് നിലനിൽപ്പില്ലെന്നും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ പറയാൻ തുടങ്ങുന്ന അവസ്ഥയാണിത്. ഇതിനെയാണ് സൈക്കോളജിയിൽ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.
ഓരോ ചെറിയ ആവശ്യത്തിനും, ഒരു ഉടുപ്പ് വാങ്ങാനോ യാത്ര പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ സഹായിക്കാനോ പോലും മറ്റൊരാളുടെ അനുവാദത്തിനായി നിങ്ങൾ കാത്തു നിൽക്കേണ്ടി വരുന്നുവെങ്കിൽ അവിടെ നിങ്ങളുടെ സ്വത്വം മരിക്കുകയാണ്. ചാണക്യൻ പറയുന്നു, അമിതമായ ആശ്രിതത്വം ബുദ്ധിയെ നശിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ ചിന്താശക്തി തുരുമ്പെടുക്കുന്നു. മറ്റൊരാൾ പറയുന്നത് മാത്രം ശരിയെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നു. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പാതാളത്തോളം താഴ്ത്തിക്കളയും. പാരതന്ത്ര്യത്തിന്റെ കെണിയിൽ വീഴുന്ന സ്ത്രീകളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയമുണ്ടാകും. എന്നെ സംരക്ഷിക്കുന്ന ഈ വ്യക്തി നാളെ എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ എന്തു ചെയ്യും? ഈ ഭയം നിങ്ങളെ ഒരു അടിമയെപ്പോലെ ചിന്തിപ്പിക്കും. ആ ഭയം കാരണം നിങ്ങൾ അനീതികളോട് പൊരുത്തപ്പെടും, പരിഹാസങ്ങൾ സഹിക്കും, നിങ്ങളുടെ സ്വപ്നങ്ങൾ കുഴിച്ചുമൂടും. ചാണക്യൻ ഒരു രാജ്യതന്ത്രജ്ഞനായിരുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആശ്രയിച്ചാൽ ആ രാജ്യം നശിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയും, പ്രത്യേകിച്ച് സ്ത്രീകൾ. സമൂഹം പലപ്പോഴും നിങ്ങളെ പഠിപ്പിക്കുന്നത് അടങ്ങിക്കഴിയാനാണ്. എന്നാൽ ചാണക്യൻ പഠിപ്പിക്കുന്നത് അറിവ് നേടി സ്വതന്ത്രയാകാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടോ? പണമില്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങൾ അനുഭവിച്ച ആ ഒരു ശൂന്യതയില്ലേ, അതാണ് പാരതന്ത്ര്യത്തിന്റെ പൊള്ളൽ. അത് ഇനിയും ആവർത്തിക്കരുത് എന്ന് നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം. കൂട്ടിൽ കഴിയുന്ന പക്ഷിക്ക് കൃത്യസമയത്ത് തീറ്റ ലഭിക്കുമായിരിക്കും, പക്ഷേ അതിന് ആകാശത്തിന്റെ വിശാലതയോ പറക്കുന്നതിന്റെ ആനന്ദമോ ലഭിക്കില്ല. നിങ്ങൾ ആ പക്ഷിയാകരുത്. നിങ്ങളുടെ ചിറകുകൾക്ക് കരുത്തുണ്ട്. അത് ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. വിജയിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും ആരെങ്കിലും എന്നെ സഹായിക്കുമെന്ന് കരുതിയിരിക്കാറില്ല. അവർ സ്വയം ഒരു സഹായമായി മാറുന്നു. പാരതന്ത്ര്യത്തിന്റെ കെണി പൊട്ടിച്ചെറിയാനുള്ള ഏക വഴി സ്വാശ്രയത്വമാണ്. അത് ചെറിയൊരു തയ്യൽ ജോലിയാകട്ടെ, ഓൺലൈൻ ബിസിനസ് ആകട്ടെ, അല്ലെങ്കിൽ ഉയർന്ന ഒരു ജോലിയാകട്ടെ. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായി ഒരു വരുമാനവും അറിവുമുണ്ടെങ്കിൽ ലോകം നിങ്ങൾക്ക് മുന്നിൽ കുമ്പിടും. ഓർക്കുക, അടിമത്തത്തിൽ സുഖമുണ്ടാകാം, പക്ഷെ സ്വാതന്ത്ര്യത്തിലെ ഉന്നതിയുണ്ടാകൂ. ചാണക്യന്റെ ശിഷ്യയാകുക, സ്വന്തം ജീവിതത്തിന്റെ ശില്പിയാകുക. വിജയിക്കുന്ന സ്ത്രീകളുടെ രണ്ടാമത്തെ രഹസ്യം അവരുടെ വാക്കുകളല്ല, മറിച്ച് അവരുടെ നിശബ്ദതയാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, വാചാലതയേക്കാൾ ശക്തി നിശബ്ദതയ്ക്കാണ്. ലോകം മുഴുവൻ സംസാരിക്കുമ്പോൾ നിശബ്ദയായിരിക്കുന്നവൾക്ക് ലോകം കാണാത്ത പലതും കാണാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റായ ധാരണയുണ്ട്, കൂടുതൽ സംസാരിക്കുന്നവരാണ് സ്മാർട്ട് എന്ന്. എന്നാൽ ചാണക്യൻ പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ്. ഒരു സ്ത്രീ തന്റെ പദ്ധതികളും ചിന്തകളും എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൾ ശത്രുക്കൾക്ക് ആയുധം നൽകുകയാണ് ചെയ്യുന്നത്. വിജയിക്കുന്ന സ്ത്രീകൾ ഒരു പടയാളിയെപ്പോലെയല്ല, ഒരു ചാണക്യനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവർ ആദ്യം നിരീക്ഷിക്കുന്നു, പിന്നീട് മാത്രം പ്രതികരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു തർക്കമുണ്ടാകുമ്പോൾ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ അവിടെ പരാജയപ്പെടുകയാണ്. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ദൗർബല്യമാണ്. ഒരു സ്ത്രീ എപ്പോൾ നിശബ്ദത പാലിക്കണമെന്ന് പഠിക്കുന്നുവോ അപ്പോൾ അവൾ മറ്റുള്ളവർക്ക് ഒരു പ്രഹേളികയായി മാറുന്നു. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ശത്രുവിനോ സുഹൃത്തിനോ പോലും ഊഹിക്കാൻ കഴിയാത്ത അവസ്ഥ, അതാണ് യഥാർത്ഥ അധികാരം. നിരീക്ഷണ ശക്തി, ഒബ്സർവേഷൻ പവർ എന്നത് വിജയിക്കുന്ന സ്ത്രീകളുടെ ഒരു സൂപ്പർ പവറാണ്. ഒരു മീറ്റിംഗിലായാലും കുടുംബ സംഭാഷണത്തിലായാലും മറ്റുള്ളവരുടെ ശരീരഭാഷ, അവരുടെ വാക്കുകളിലെ കള്ളങ്ങൾ, അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ നിശബ്ദത നിങ്ങളെ സഹായിക്കും. ചാണക്യൻ തന്റെ ചാരന്മാരോട് പറയുമായിരുന്നു, ചെവികൾ തുറന്നു വയ്ക്കുക, വായ അടച്ചു വയ്ക്കുക. ഈ തന്ത്രം ജീവിതത്തിൽ പകർത്തുന്ന സ്ത്രീക്ക് ആരെയും എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയും. മറ്റുള്ളവർ സംസാരിക്കട്ടെ, അവർ അവരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തട്ടെ. നിങ്ങളെല്ലാം കേൾക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ഏറ്റവും അനുയോജ്യമായ സമയത്ത് മാത്രം നിങ്ങളുടെ കരുത്ത് പുറത്തെടുക്കുക. സുഹൃത്തുക്കളെ, നിശബ്ദത പാലിക്കുക എന്ന് പറഞ്ഞാൽ പേടിച്ച് പിന്മാറുക എന്നല്ല അർത്ഥം, മറിച്ച് നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാക്കുക എന്നാണ്. ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നവന്റെ വാക്കുകൾക്ക് ആരും വില നൽകില്ല. എന്നാൽ വല്ലപ്പോഴും മാത്രം സംസാരിക്കുന്നവന്റെ ഓരോ വാക്കിനും ലോകം കാതോർക്കും. നിങ്ങളുടെ വാക്കുകൾ വജ്രം പോലെ വിലയുള്ളതാകണം, ചില്ലറ പൈസ പോലെ റോഡിൽ ചിതറിക്കിടക്കരുത്. വിജയിക്കുന്ന സ്ത്രീകൾ അവരുടെ വിജയരഹസ്യങ്ങൾ ആരോടും പങ്കുവയ്ക്കില്ല. അവർ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നതുവരെ ലോകം അതറിയില്ല. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുകയാണോ? അല്ലെങ്കിൽ വലിയൊരു കരിയർ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണോ? ആരോടും പറയേണ്ട. നിങ്ങളുടെ വിജയം ലോകം കാണട്ടെ, നിങ്ങളുടെ സംസാരമല്ല. ചാണക്യൻ സ്ത്രീകളോട് നൽകുന്ന ഉപദേശം ഇതാണ്: നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ കവചമാണ്. ഈ കവചം ധരിച്ചവളെ തോൽപ്പിക്കാൻ ഒരു ആയുധത്തിനും കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ശാന്തമാകുന്നുവോ അത്രത്തോളം നിങ്ങൾ ശക്തയാകും. നിശബ്ദതയുടെ ഈ കരുത്ത് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തയ്യാറാണോ? വിജയിക്കുന്ന സ്ത്രീകളുടെ മൂന്നാമത്തെ രഹസ്യം അവർ പ്രശ്നങ്ങളെ കാണുന്ന രീതിയാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, പ്രതിസന്ധികൾ വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളിലെ യഥാർത്ഥ കരുത്ത് പുറത്തു കൊണ്ടുവരാനാണ്. നമ്മളിൽ പലരും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും തളർന്നു പോകും. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ച് കരഞ്ഞിരിക്കും. എന്നാൽ ചരിത്രം മാറ്റിക്കുറിച്ച സ്ത്രീകൾ പ്രതിസന്ധികളെ കണ്ട് കരഞ്ഞവരല്ല, മറിച്ച് ആ പ്രതിസന്ധികളെ തങ്ങളുടെ വിജയത്തിനുള്ള ഇന്ധനമാക്കിയവരാണ്. ചാണക്യൻ തന്റെ ശത്രുക്കളെ തോൽപ്പിച്ചത്
അവർ നൽകിയ മുറിവുകളെ ആയുധമാക്കി മാറ്റിക്കൊണ്ടാണ്. അതുപോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സമൂഹം നൽകുന്ന പരിഹാസങ്ങൾ, കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ തകർച്ചകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ്. അതുപയോഗിച്ച് ഒരു ചാരക്കൂമ്പാരമാകണോ അതോ ഒരു സ്വർണ്ണ സിംഹാസനം പണിയണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ സംരംഭകർ മിക്കവരും തങ്ങളുടെ ഏറ്റവും മോശമായ കാലഘട്ടത്തിലാണ് ബിസിനസ് തുടങ്ങിയത്. ജോലി നഷ്ടപ്പെട്ടപ്പോൾ, കുടുംബം തകർന്നപ്പോൾ, അല്ലെങ്കിൽ ആരും തുണയില്ലാത്ത അവസ്ഥയിൽ. എന്തുകൊണ്ടാണ് അവർ അപ്പോൾ വിജയിച്ചത്? കാരണം അവർക്ക് അപ്പോൾ നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു, നേടാൻ ലോകം മുഴുവൻ ഉണ്ടായിരുന്നു താനും. ചാണക്യ നീതി പ്രകാരം ഭയം നിങ്ങളെ തേടി വരുന്നതിന് മുൻപ് നിങ്ങൾ അതിനെ ആക്രമിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയന്ന് ഓടരുത്. പകരം ആ പ്രശ്നത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുക, നിനക്കെന്നെ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ഭയപ്പെടാതിരുന്നാൽ പകുതി പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണോ? കടബാധ്യതയോ തകർന്ന ബന്ധങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, ഒരു വില്ലിലെ നാര് എത്രത്തോളം പിന്നിലേക്ക് വലിക്കപ്പെടുന്നുവോ അത്രയും വേഗത്തിൽ അമ്പ് മുന്നോട്ട് കുതിക്കും. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വലിച്ചിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുതിപ്പിന് മുന്നോടിയാണോ? തളരില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുന്നവർ മാത്രം കമന്റ് ബോക്സിൽ I am strong എന്ന് ടൈപ്പ് ചെയ്യൂ. വിജയിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഇര ആയി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ സഹതാപം അവർ ആഗ്രഹിക്കുന്നില്ല. പകരം ആ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്ന് അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു. ചാണക്യൻ പറയുന്നു, ബുദ്ധിമാനായ മനുഷ്യൻ ആപത്ത് വരുന്നതിന് മുൻപേ അതിനുള്ള പ്രതിവിധി കണ്ടെത്തും. പക്ഷേ ആപത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എങ്ങനെ ലാഭമുണ്ടാക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. വീണുപോയ ഇടത്തു നിന്ന് ഒരു പീട്ടി മണ്ണെങ്കിലും എടുത്തു വേണം എഴുന്നേൽക്കാൻ. ആ മണ്ണ് നിങ്ങളുടെ അനുഭവമാണ്, നിങ്ങളുടെ പാഠമാണ്. ഓർക്കുക, കനലിൽ വെന്താലേ സ്വർണത്തിന് മാറ്റുണ്ടാകൂ. പ്രതിസന്ധികൾ നിങ്ങളെ മിനുക്കിയെടുക്കാൻ വരുന്ന ശില്പികളാണ്. ചാണക്യന്റെ ഈ തന്ത്രം മനസ്സിൽ വെച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ജയിക്കുന്ന സ്ത്രീകളുടെ നാലാമത്തെ രഹസ്യം അവരുടെ തീരുമാനമെടുക്കാനുള്ള കരുത്താണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, തീരുമാനങ്ങൾ എടുക്കാൻ ഭയപ്പെടുന്നവൻ മറ്റുള്ളവരുടെ അടിമയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റുള്ളവരായിരിക്കും. അച്ഛൻ, ഭർത്താവ്, മക്കൾ അല്ലെങ്കിൽ ഈ സമൂഹം. എന്നാൽ വിജയിച്ച സ്ത്രീകളുടെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. അവർ തങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒരു രാജാവ് ദാക്ഷിണ്യം കാണിച്ച് തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ്. അതുപോലെ ഒരു സ്ത്രീ തന്റെ കരിയറിലോ ജീവിതത്തിലോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആളുകൾ എന്തു പറയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്ന് അമിതമായി ചിന്തിക്കരുത്. സത്യത്തോടും നിങ്ങളുടെ ലക്ഷ്യത്തോടും നീതി പുലർത്തുന്ന തീരുമാനങ്ങൾ എടുക്കുക. അത് ചിലപ്പോൾ കഠിനമായിരിക്കും, ചിലരെ അത് വേദനിപ്പിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നതിക്ക് ആ തീരുമാനങ്ങൾ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ തീരുമാനമെടുക്കാൻ മടിക്കുന്നത്? കാരണം പരാജയപ്പെട്ടാൽ അത് തങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാകുമെന്ന് അവർ ഭയപ്പെടുന്നു. ചാണക്യൻ പറയുന്നു, പരാജയത്തെ ഭയക്കുന്നവൻ ഒരിക്കലും യുദ്ധത്തിന് ഇറങ്ങരുത്. വിജയിക്കുന്ന സ്ത്രീകൾക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യമുണ്ട്. കാരണം തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുഭവങ്ങൾ നൽകും, ശരിയായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് വിജയം നൽകും. രണ്ട് സാഹചര്യത്തിലും നിങ്ങൾ ലാഭത്തിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്ത ഏറ്റവും വലിയ തീരുമാനം എന്തായിരുന്നു? അത് മറ്റൊരാൾക്ക് വേണ്ടിയായിരുന്നോ അതോ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നോ? സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തീരുമാനമെടുത്ത് അതിൽ വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ആ ഒരു ആത്മവിശ്വാസമില്ലേ? അതാണ് യഥാർത്ഥ സ്ത്രീശക്തി. നിങ്ങളുടെ ജീവിതത്തിലെ അത്തരമൊരു ബോൾഡ് ഡിസിഷൻ താഴെ കമന്റ് ചെയ്യൂ. അത് വായിക്കുന്ന മറ്റൊരു സഹോദരിക്ക് വലിയൊരു പ്രചോദനമാകും. വിജയിക്കുന്ന സ്ത്രീകൾ കൺഫ്യൂഷനുകളിൽ സമയം കളയാറില്ല. ചാണക്യന്റെ തന്ത്രം ഇതാണ്: കാര്യങ്ങളെ വിശകലനം ചെയ്യുക, വേഗത്തിൽ തീരുമാനമെടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന അല്ല എന്ന വാക്കായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട്, നിങ്ങളെ തളർത്തുന്ന ബന്ധങ്ങളോട്, നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുന്നവരോട് നോ എന്ന് പറയാൻ പഠിക്കുക. ആ ഒരു വാക്ക് നിങ്ങളെ ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് ഒരു ലേഡി ബോസിലേക്ക് ഉയർത്തും. ഓർക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഫലമാണ്. മറ്റൊരാൾ എഴുതുന്ന തിരക്കഥയിലെ വെറുമൊരു കഥാപാത്രമാകണോ അതോ നിങ്ങളുടെ ജീവിതത്തിന്റെ സംവിധായകനാകണോ? ചാണക്യന്റെ ഈ പാഠം നിങ്ങളുടെ ഉള്ളിൽ ആ തീരുമാനമെടുക്കാനുള്ള അഗ്നി ജ്വലിപ്പിക്കട്ടെ. അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രഹസ്യം അവരുടെ ലക്ഷ്യബോധമാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, ലക്ഷ്യം നേടുന്നതുവരെ വിശ്രമിക്കുന്നവൻ പകുതി വഴിയിൽ മരിക്കുന്നവന് തുല്യനാണ്. ലക്ഷ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീക്ക് മുന്നിൽ രണ്ട് വഴികളെയുള്ളൂ. ഒന്നുകിൽ ആ ലക്ഷ്യം നേടുക, അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ തന്നെ ചരിത്രമാകുക. സ്ത്രീകൾക്ക് വിജയിക്കാൻ പുരുഷന്മാരെക്കാൾ ഇരട്ടി ലക്ഷ്യബോധം ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു പുരുഷൻ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ അവനെ തടയാൻ ലോകം കുറവായിരിക്കും. എന്നാൽ ഒരു സ്ത്രീ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവളുടെ വസ്ത്രധാരണം മുതൽ സംസാരം വരെ പരിഹസിക്കാൻ 1000 പേർ വരും. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, സമൂഹത്തിന്റെ നിയമങ്ങൾ, ഇതെല്ലാം അവളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കും. എന്നാൽ വിജയിക്കുന്ന സ്ത്രീകൾ ഇതൊന്നും കാണാറില്ല. അവർ കാണുന്നത് ലക്ഷ്യത്തിന്റെ മധ്യഭാഗം മാത്രമാണ്.
ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ എന്തിനാണോ ഇറങ്ങിത്തിരിച്ചത് അത് പൂർത്തിയാക്കാതെ നിന്റെ സിരകളിലെ രക്തം ശാന്തമാകാൻ പാടില്ല. ഇതേ വാശിയാണ് വിജയിച്ച ഓരോ സ്ത്രീയുടെയും ഉള്ളിലുള്ളത്. അവർക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ല. അവർക്ക് നാളെ ചെയ്യാം എന്ന മടിയില്ല. അവർക്ക് വേണ്ടത് വിജയമാണ്. അത് ഏത് പ്രതിബന്ധങ്ങളെ മറികടന്നും അവർ നേടിയെടുക്കും. പല സ്ത്രീകളും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്നത് മറ്റുള്ളവരുടെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നാണ്. ഞാൻ എന്റെ കരിയറിന് പിന്നാലെ പോയാൽ എന്റെ കുടുംബം എന്ത് കരുതും? ഈ ചിന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ചാണക്യൻ പറയുന്നു, വിജയിയായ ഒരാൾക്ക് ചുറ്റും ലോകം താനേ വരും. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ തന്നെ നാളെ നിങ്ങളെ പുകഴ്ത്തും. അതുകൊണ്ട് ആരെയും ബോധ്യപ്പെടുത്താൻ നിൽക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കൂ. ഈ ലോകം എന്നെ എങ്ങനെ ഓർക്കണം? വെറും ഒരു മകളായോ ഭാര്യയായോ അമ്മയായോ മാത്രമാണോ? അതോ സ്വന്തം കഴിവുകൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കരുത്തുറ്റ സ്ത്രീയായോ? നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് മുറുകെ പിടിക്കുക. അത് നേടിയെടുക്കാൻ നിങ്ങൾ നടത്തുന്ന ഓരോ പോരാട്ടവും നിങ്ങളെ ഒരു ചാണക്യ ശിഷ്യയാക്കി മാറ്റുകയാണ്. വിജയിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് പ്ലാൻ ബി ലേശില്ല. പ്ലാൻ എ വിജയിപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ചാണക്യന്റെ തന്ത്രം ഇതാണ്. ശ്രദ്ധ തിരിക്കാൻ വരുന്ന എല്ലാത്തിനെയും ശത്രുവായി കാണുക. നിങ്ങളുടെ ലക്ഷ്യത്തിന് തടസ്സമാകുന്ന സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആയാലും നെഗറ്റീവ് സുഹൃത്തുക്കളായാലും അനാവശ്യ ഭയമായാലും അവയെല്ലാം വെട്ടിമാറ്റുക. ലക്ഷ്യബോധമുള്ള സ്ത്രീ ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളെയും തകർത്തുകൊണ്ട് അവൾ മുന്നേറും. നിങ്ങൾ ആ കൊടുങ്കാറ്റാകാൻ തയ്യാറാണോ? ഈ 5 രഹസ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ വിജയം നിങ്ങളുടെ കാൽക്കൽ വന്നു വീഴുമെന്ന് ആചാര്യ ചാണക്യൻ ഉറപ്പു നൽകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 കാര്യങ്ങൾ വെറുമൊരു ഉപദേശങ്ങളല്ല. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതാനുള്ള ആയുധങ്ങളാണ്. ലോകം നിങ്ങളെ തളർത്താൻ നോക്കുമ്പോൾ, നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്യുമ്പോൾ തളർന്നു പോകരുത്. പകരം ചാണക്യൻ പഠിപ്പിച്ചതുപോലെ ആന്തരികമായ കരുത്ത് നേടിയെടുക്കുക. ഓർക്കുക, നിങ്ങൾ ഒരു സാധാരണ സ്ത്രീയല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചാണക്യനുണ്ട്, ഒരു ഭരണാധികാരിയുണ്ട്, ഒരു പോരാളിയുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങുന്ന നിമിഷം ലോകം നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിമിഷം പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ സഹായത്തിന് വരും. ഇന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ സ്ത്രീയും ഒരു തീരുമാനമെടുക്കണം. ഇനി മുതൽ ഞാൻ മറ്റൊരാളുടെ തണലിലല്ല ജീവിക്കുക, പകരം മറ്റുള്ളവർക്ക് തണലേകുന്ന ഒരു വലിയ മരമായി ഞാൻ മാറും. പ്രതിസന്ധികൾ എന്നെ തളർത്താനല്ല, എന്നെ മിനുക്കിയെടുക്കാനാണ് വരുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇനി എന്റെ ശബ്ദം ലോകം കേൾക്കും, എന്റെ വിജയം ലോകം കാണും. ഈ കുറച്ച് മിനിറ്റ് നിങ്ങൾ എന്നോടൊപ്പം ചിലവഴിച്ചുവെങ്കിൽ നിങ്ങളിലെ ആത്മവിശ്വാസം ജ്വലിച്ചു തുടങ്ങിയെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത്തരം കരുത്തുറ്റ ചിന്തകളും സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ചാണക്യതന്ത്രങ്ങളും ഇനിയും നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാണക്യ മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഇത്തരം പവർഫുൾ വീഡിയോകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു കരുത്താകും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ പറഞ്ഞ 5 രഹസ്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പോയിന്റ് ഏതാണ്? നിശബ്ദതയുടെ കരുത്തോ അതോ തീരുമാനമെടുക്കാനുള്ള ധൈര്യമോ? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എല്ലാ കമന്റുകളും ഞാൻ വ്യക്തിപരമായി വായിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഇതിലും ശക്തമായ മറ്റൊരു ചാണക്യ പാഠവുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ഒരു രാജ്ഞിയെപ്പോലെ ചിന്തിക്കുക, ഒരു ചാണക്യനെ പോലെ പ്രവർത്തിക്കുക.